ഓഫീസിന്റെ മറുവശത്ത് പെട്ടെന്ന് വലിയൊരു ശബ്ദം കേട്ടു. ഒരു ജീവനക്കാരന് പറ്റിയ പിഴവ് അതവ കണ്ടുപിടിച്ചിരിക്കുന്നു. ജോലിയിൽ ഒരു ചെറിയ അശ്രദ്ധ പോലും എനിക്ക് സഹിക്കില്ല, പറ്റില്ലെങ്കിൽ ഇറങ്ങിക്കൊള്ളൂ. അവന്റെ ശബ്ദം കർക്കശമായിരുന്നു. മുറി ഒന്നടങ്കം ഭയന്ന് മരവിച്ചു. എന്നാൽ വേദയ്ക്ക് തോന്നിയത് അതല്ല. അവൻ ദേഷ്യപ്പെട്ടത് തെറ്റ് ചൂണ്ടിക്കാണിക്കാനാണ്, അല്ലാതെ മറ്റൊരാളെ തരം താഴ്ത്താനല്ല. രുദ്രേഷ് വേദയെ കുറ്റപ്പെടുത്തുമ്പോൾ താൻ വെറുമൊരു അബദ്ധം മാത്രമാണെന്ന് തോന്നിപ്പിക്കുമായിരുന്നു. എന്നാൽ അതർവ് ചെയ്യുന്നത് തെറ്റിനെ തിരുത്തുകയാണ്. ഉച്ചയ്ക്ക് ശേഷം വേദയ്ക്ക് കടുത്ത തലവേദന തുടങ്ങി. കണ്ണ് തുറക്കാൻ പോലും ബുദ്ധിമുട്ട്. എങ്കിലും അവൾ ജോലി നിർത്തിയില്ല. വീണ്ടും തളർന്നു എന്ന് തോന്നാൻ അവൾ ആഗ്രഹിച്ചില്ല. അല്പം കഴിഞ്ഞപ്പോൾ അവളുടെ മേശപ്പുറത്ത് ആരോ ഒരു കപ്പ് ചൂടുചായ വെച്ചു. വേദ അത്ഭുതത്തോടെ തല ഉയർത്തി. ചുറ്റും ആരുമില്ല. നന്ദന നൂരെ നിന്ന് കൈകാട്ടി. ഞാനല്ല കേട്ടോ എന്ന് പറഞ്ഞു. വേദ ആശയക്കുഴപ്പത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. അവസാനം അവളുടെ കണ്ണുകൾ അതർവിൽ തറഞ്ഞു. അവൻ അകലെ ഫയലുകളിൽ മുഴുകിയിരിക്കുകയാണ്. പക്ഷെ ഒരു നിമിഷം അവൻ തല ഉയർത്തി വേദയെ നോക്കി. ആ ചെറിയ നോട്ടത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. തന്റെ ക്ഷീണം അവൻ ശ്രദ്ധിച്ചിരുന്നു. ആ ചൂട് ചായ തൊണ്ടയിലൂടെ ഇറങ്ങിയപ്പോൾ കണ്ണുകൾ നിറഞ്ഞുപോയി. ഇത്ര ചെറിയൊരു കരുതൽ പോലും വേദയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമായിരുന്നു. വൈകുന്നേരം ജോലി കഴിഞ്ഞ് എല്ലാവരും പോയപ്പോഴും വേദ അവിടെ തന്നെ ഇരുന്നു. പുറത്ത് മഴ ശക്തമായി തുടങ്ങി. മഴയുടെ ഒച്ച കേൾക്കുമ്പോൾ അവളുടെ മനസ്സിലെ ദുഃഖം അണ പൊട്ടി ഒഴുകാൻ തുടങ്ങി. ഇനിയും പോയില്ലേ? അതർവിന്റെ ശബ്ദം കേട്ടപ്പോൾ അവൾ ഞെട്ടിത്തിരിഞ്ഞു. ഇത് പൂർത്തിയാക്കാതെ എനിക്ക് ഉറക്കം വരില്ല, വേദ മറുപടി നൽകി. അതർവ് മേശപ്പുറത്തെ ഡിസൈനുകൾ നോക്കി. നാളെ ചെയ്താൽ മതി, അവൻ പറഞ്ഞു. എനിക്ക് ജോലി തീർക്കാതെ പോവാൻ കഴിയില്ല, വേദ ഉറപ്പിച്ചു പറഞ്ഞു. അതർവ് അവളെ കുറച്ചുനേരം നോക്കിയെന്നു. പിന്നെ വളരെ സാവധാനം പറഞ്ഞു. സ്വയം ക്ഷീണിപ്പിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർ അധികകാലം പിടിച്ചു നിൽക്കില്ല. വേദ ആ വാക്കുകളുടെ ആഴം തിരിച്ചറിഞ്ഞു. അവൻ സംസാരിച്ചത് തന്റെ ജോലിയെക്കുറിച്ചല്ല, മറിച്ച് തന്റെ ജീവിതത്തെക്കുറിച്ചാണെന്ന് അവൾക്ക് തോന്നി. താഴേക്ക് ഇറങ്ങുമ്പോൾ മഴ കനത്തിരുന്നു. കുടയില്ലാതെ നിന്നിരുന്ന വേദയുടെ അരികിലേക്ക് അതർവ് തന്റെ കറുത്ത കുടയുമായി വന്നു. വരൂ, അവൻ പറഞ്ഞു. വേദ ഒന്ന് മടിച്ചു. വേണ്ട, ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. മഴ നനഞ്ഞ് പനി പിടിച്ചാൽ ജോലിക്ക് വരാൻ കഴിയില്ല, കയറൂ. അവന്റെ ശബ്ദത്തിൽ പതിവ് പോലെ ശാസനയുണ്ടായിരുന്നു. പക്ഷെ അതിനുള്ളിലെ സ്നേഹം അവൾ തിരിച്ചറിഞ്ഞു. ഒരേ കുടയ്ക്കുള്ളിൽ രണ്ടുപേർ നടക്കുമ്പോൾ മഴയുടെ താളത്തിൽ ആ നിശബ്ദത ഒരു സംഗീതമായി മാറി. അവൻ വാഹനം തുറന്നുകൊടുത്തു. മഴയിൽ ഒറ്റയ്ക്ക് പോകേണ്ട എന്നവൻ ഉറപ്പുവരുത്തി. കാറിൽ ഇരിക്കുമ്പോൾ വഴിയോരത്തെ വെളിച്ചം ഗ്ലാസിലൂടെ അവരുടെ മുഖത്ത് വീണു. വല്ലാതെ നിശബ്ദമായിരുന്നു ആ യാത്രയെങ്കിലും വേദയ്ക്കത് വല്ലാത്തൊരു ആശ്വാസം നൽകി. വീട്ടിലെത്തിയ വേദ കണ്ടത് ഇരുട്ടിൽ കിടക്കുന്ന വീടാണ്. രുദ്രേഷ് വന്നിട്ടില്ല. പെട്ടെന്ന് ഡൈനിങ് ടേബിളിന്റെ അപ്പുറത്ത് ഒരു ചെറിയ ബോക്സ് കണ്ടു. അവൾക്ക് പെട്ടെന്ന് നെഞ്ചെടുപ്പ് കൂടി. രുദ്രേഷ് തനിക്കായി സമ്മാനം വാങ്ങിയതാണോ? അവൾ പെട്ടി തുറന്നു. ഉള്ളിൽ വിലപിടിപ്പുള്ള ഒരു വാച്ച്. ആഹാ, അവൻ മാറാൻ തുടങ്ങുകയാണോ? വേദയ്ക്ക് വലിയ സന്തോഷം തോന്നി. പക്ഷെ പെട്ടെന്ന് അവളുടെ കണ്ണുകൾ പെട്ടിയുടെ അടിയിൽ കിടക്കുന്ന ചെറിയൊരു പേപ്പറിലേക്ക് നീണ്ടു. അതൊരു ബില്ലായിരുന്നു. അതിൽ എഴുതിയിരിക്കുന്നത് വായിച്ച നിമിഷം വേദയുടെ ലോകം തലകീഴായി മറിഞ്ഞു. നയനയ്ക്കുള്ള സമ്മാനം. അതെ, ആ വാച്ച് വേദയ്ക്കുള്ളതല്ല, നയനയ്ക്കുള്ളതാണ്. തെറ്റായി വീട്ടിലെത്തിയതാണ്. വേദ നിലത്ത് തളർന്നിരുന്നു. ഇനിയൊരു സംശയത്തിനിടമില്ല. തന്റെ ഭർത്താവ് പൂർണ്ണമായി തന്നിൽ നിന്ന് അന്യനായിരിക്കുന്നു. അതും നയന എന്ന മറ്റൊരു സ്ത്രീയിലേക്ക് അവൻ വേരു പടർത്തി കഴിഞ്ഞു. ആ ബില്ല് കയ്യിൽ പിടിച്ച് വേദ പൊട്ടിക്കരഞ്ഞു. കള്ളം പറഞ്ഞ് വഞ്ചിച്ചു അവൻ തന്നെ തകർക്കുകയാണ്. താൻ ഇത്രയും നാൾ നെഞ്ചോട് ചേർത്ത പ്രണയം വെറും കള്ളത്തരമായിരുന്നു എന്ന് മനസ്സിലാക്കിയ നിമിഷം വേദയുടെ മനസ്സ് കല്ലുപോലെ ഉറച്ചു. ഇനി അവൾക്ക് കരയാനല്ല, തനിക്കായി ജീവിക്കാനാണ് തോന്നിയത്. വേദ പതുക്കെ എഴുന്നേറ്റു. ആ ബില്ല് അവൾ മടക്കി വെച്ചു. ഇനി താൻ തളരില്ല. രുദ്രേഷിന്റെ കള്ളത്തരങ്ങൾക്കും വഞ്ചനകൾക്കും മറുപടി കൊടുക്കാൻ അവൾ തയ്യാറെടുക്കുകയാണ്. തന്റെ ജീവിതത്തിന്റെ നിയന്ത്രണം തിരിച്ചു പിടിക്കാൻ തന്നെ വേദ തീരുമാനിച്ചു. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തോർന്നു. പകരം ഒരു പുതിയ വെളിച്ചം നിറഞ്ഞു. ആ ഇരുണ്ട രാത്രി അവൾ ഒറ്റയ്ക്കല്ല എന്ന് വേദ അപ്പോൾ മനസ്സിലാക്കി. കാരണം അവളുടെ ആത്മാവ് പഴയ വേദയേക്കാൾ കരുത്തുള്ളതായി മാറിയിരുന്നു. രുദ്രേഷിന്റെ അസത്യങ്ങൾക്കും വഞ്ചനകൾക്കും ഇനി ഈ വീട്ടിൽ സ്ഥാനമില്ല. അത് വേദയുടെ പുതിയ തീരുമാനമായിരുന്നു. താൻ ആരെന്നും തനിക്ക് എന്താണ് അർഹതയുള്ളതെന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ അവൾ ഒരുങ്ങുകയായിരുന്നു. നിലത്ത് വീണ ആ വിലയേറിയ കൈകടികാരത്തിന്റെ പെട്ടിയിൽ നിന്ന് കേട്ട ചെറിയ ശബ്ദം പോലും വേദമിത്രയുടെ ഉള്ളിൽ ഒരു ഇടിമുഴക്കമായിട്ടാണ് അനുഭവപ്പെട്ടത്. ആ പെട്ടിയിൽ നിന്ന് പുറത്തു വന്ന വാച്ച് തറയിൽ കിടക്കുമ്പോൾ അവൾ നിശ്ചലമായി. ശ്വാസം പോലും നിലച്ചവളെ പോലെ തറയിലിരുന്നു. അവളുടെ കണ്ണുകൾ ആ ചെറിയ ബില്ലിൽ മാത്രം തറഞ്ഞു നിന്നു. നയനയ്ക്ക് പൊതിഞ്ഞ സമ്മാനമെന്ന ആ അക്ഷരങ്ങൾ അവളുടെ കണ്ണുകൾക്ക് മുന്നിൽ മങ്ങിപ്പോകുന്നുണ്ടായിരുന്നു. കാരണം അവളുടെ കണ്ണുനീർ ആ കടലാസിനെ നനച്ചുകൊണ്ടിരുന്നു. കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ശ്വാസം അകത്തേക്ക് എടുക്കാൻ അവൾ പാടുപെട്ടു. ഒരു നിമിഷം അവൾക്ക് തോന്നിയത് ഇതൊരു തെറ്റായ കാര്യമായിരിക്കാം, മറ്റൊരു നയനയായിരിക്കാം എന്നൊക്കെയാണ്. പക്ഷെ അവളുടെ മനസ്സിപ്പോൾ ഇത്തരം കള്ളാശ്വാസങ്ങളെ വിശ്വസിക്കാൻ ഒട്ടും തയ്യാറായിരുന്നില്ല. കാരണം
കഴിഞ്ഞ കുറേ ദിവസങ്ങളായി താൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ തെളിവുകളും ഒന്നൊന്നായി അവളുടെ മുന്നിലേക്ക് തള്ളിക്കയറി വരികയായിരുന്നു. ചുണ്ടിലെ ലിപ്സ്റ്റിക്ക് പാട്, ആ ഫോണിലെ നെഞ്ചോട് ചേർത്ത് വെച്ച ഹൃദയ ചിഹ്നം, രാത്രി വൈകിയുള്ള ആ സംഭാഷണങ്ങൾ, നയനയുടെ ആ പരിചിതമായ ചിരി, ഇപ്പോൾ ഈ സമ്മാനം. വേദ ആ വാച്ചെടുത്ത് നോക്കി. അങ്ങേയറ്റം വിലയേറിയത്, സുന്ദരമായത്. ഒരു കാലത്ത് രുദ്രേഷ് വേദയ്ക്ക് ഇങ്ങനെ ഓരോ സമ്മാനങ്ങളും തിരഞ്ഞെടുക്കുമ്പോൾ ഉണ്ടായിരുന്ന അതേ കരുതൽ ഇന്നത് മറ്റൊരാൾക്ക് വേണ്ടിയാണ്. അവളുടെ നെഞ്ചിനുള്ളിൽ ഒരു കടാര ഇറക്കി വെച്ച് അത് ആരെങ്കിലും തിരിച്ചെടുത്തതുപോലെ വല്ലാത്തൊരു വേദന. കരച്ചിലിന്റെ ഒച്ച പുറത്തു വരാതിരിക്കാൻ അവൾ സ്വന്തം കൈ വായിൽ അമർത്തിപ്പിടിച്ചു. ഈ വീട്ടിൽ വെച്ച് സ്വന്തം കരച്ചിൽ പോലും അവൾക്ക് വലിയൊരു നാണക്കേടായി തോന്നി തുടങ്ങിയിരുന്നു. സമയം രാത്രി 11:30 കഴിഞ്ഞിരുന്നു. രുദ്രേഷ് ഇനിയും വന്നിട്ടില്ല. വേദ സോഫയുടെ അരികെ തറയിൽ തന്നെ ഇരുന്നു. കയ്യിൽ ആ ബില്ലും. കണ്ണുകൾ ശൂന്യതയിലേക്ക് നോക്കി. ഒരിക്കൽ ഈ വീട്ടിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ എത്രയെത്ര സ്വപ്നങ്ങളായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. ഇപ്പോൾ ഓരോ ചുവരും തന്നെ നോക്കി പരിഹസിക്കുന്നത് പോലെ തോന്നി. ഇതുവരെയും കാര്യങ്ങൾ നിനക്ക് മനസ്സിലായില്ലേ എന്ന്. പെട്ടെന്ന് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു. വേദ പെട്ടെന്ന് കണ്ണുനീർ തുടച്ചു മാറ്റി. രുദ്രേഷ് അകത്തേക്ക് വന്നു. മുഖത്ത് വല്ലാത്ത ക്ഷീണം, കയ്യിൽ ഫോൺ. അവൻ അകത്തേക്ക് വന്നത് മുന്നിൽ തറയിലിരിക്കുന്ന വേദയെ കണ്ട് ഒന്ന് നിന്നു. അവളുടെ മുന്നിൽ ആ പെട്ടി തുറന്നു കിടക്കുന്ന കണ്ട നിമിഷം അവന്റെ മുഖഭാവം ഒന്ന് മാറി. ഒരു നിമിഷം മാത്രം. പിന്നെ അവൻ പഴയതുപോലെ തന്നെയായി. അത് നീ തുറന്നു നോക്കിയോ എന്നവൻ ചോദിച്ചു. വേദ പതിയെ എഴുന്നേറ്റ് നിന്നു. അവളുടെ കണ്ണുകൾ ചുവന്നു വീർത്തിരുന്നു. കയ്യിൽ ആ ബില്ലുണ്ടായിരുന്നു. രുദ്രേഷ് അതിലേക്ക് നോക്കി. മുറിയിൽ വല്ലാത്തൊരു നിശബ്ദത പരന്നു. ഇത് വേദയുടെ ശബ്ദം ഇടറിപ്പോയി. എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? രുദ്രേഷ് ആഴത്തിലൊരു ശ്വാസം വിട്ടു. വേദ, നീ എന്തിനാ? ഞാൻ ചോദിക്കുന്നത് ഇത് നയനയ്ക്ക് വാങ്ങിയതാണോ? ആ ചോദ്യം കേട്ടത് അവൻ കുറച്ചു നിമിഷം നിശബ്ദനായി നിന്നു. ആ മൗനം വേദയെ കൂടുതൽ വേദനിപ്പിച്ചു. ഞാൻ ചോദിക്കുന്നതെന്ന് ഉത്തരം പറയുമോ? കണ്ണുനീർ വീണ്ടും കവളിലൂടെ ഒഴുകി. നീ എന്തിനാണ് എന്നോട് ഇത്രയും വലിയ കള്ളം പറയുന്നത്? രുദ്രേഷ് അസ്വസ്ഥതയോടെ നെറ്റിയിൽ കൈവച്ചു. അതൊരു ഗിഫ്റ്റ് മാത്രമാണ് വേദ. എന്തിനാണ് ഇങ്ങനെ ഒരു സമ്മാനം? ബിസിനസ് ആവശ്യങ്ങൾ ഉണ്ടാകും, നിനക്കത് മനസ്സിലാകില്ല. വേദ തിക്തമായി ഒന്ന് ചിരിച്ചു. ആ ചിരി കേൾക്കുന്ന ആരുടെ ഹൃദയം തകരുന്നതായിരുന്നു. ബിസിനസ് ആവശ്യങ്ങൾക്കായി ഹൃദയം വെച്ച് പേര് സേവ് ചെയ്യുമോ രുദ്രാഷ്? അവന്റെ മുഖം പെട്ടെന്ന് കടുപ്പമായി. മതി വേദ, നിന്റെ ഈ നാടകം നിർത്തും. ഇല്ല. ഇത്തവണ വേദ പിന്നോട്ട് മാറിയില്ല. അവളുടെ ഉള്ളിൽ ഇത്രയും നാളെ അടച്ചു വെച്ചിരുന്ന വേദനകൾ അണപൊട്ടി പുറത്തു വരാൻ തുടങ്ങി. എനിക്കറിയണം നീ ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന്. മുറി വീണ്ടും നിശബ്ദമായി. ആ ചോദ്യം വായുവിൽ ഭാരമായി തങ്ങി നിന്നു. രുദ്രേഷ് അവളെ നോക്കി നിന്നു. പക്ഷെ ആ കണ്ണുകളിൽ പഴയ സ്നേഹത്തിന്റെ ഒരു തരി പോലും ഉണ്ടായിരുന്നില്ല. അത് കണ്ട നിമിഷം വേദയുടെ ഉള്ളിൽ എന്തോ വലിയൊന്ന് തകർന്നു. ഉത്തരം പറയൂ, ഞാൻ അത്ര മോശക്കാരിയാണോ രുദ്രേഷ്? ആ ചോദ്യം കേട്ടപ്പോൾ അവന്റെ മുഖത്ത് ഒരു ചെറിയ അസ്വസ്ഥത തെളിഞ്ഞെങ്കിലും അത് ഉടനെ തന്നെ മാഞ്ഞുപോയി. ഈ കരച്ചിൽ നാടകം നിർത്ത്. നാടകമോ? എന്റെ കരച്ചിൽ നിനക്ക് നാടകമാണോ? അതെ, ഓരോ ദിവസം ഈ കരച്ചിലും സംശയവും ചോദ്യങ്ങളും കാരണം ഞാൻ മടുത്തു. കാരണം ഞാൻ നിന്റെ ഭാര്യയാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇതെല്ലാം ചോദിക്കുന്നത്. രുദ്രേഷ് അവളെ തറപ്പിച്ചു നോക്കി. അതാണ് പ്രശ്നം, നീ എല്ലാം അധികം ഫീൽ ചെയ്യുന്നു. ആ വാക്ക് വേദയെ പൂർണ്ണമായി തകർത്തു. ഒരിക്കൽ തന്റെ ഇതേ സ്നേഹത്തെയാണ് അവൻ ചേർത്ത് പിടിച്ചിരുന്നത്. ഇപ്പോൾ അത് അവന് ഭാരമായി മാറിയിരിക്കുന്നു. വേദ പതുക്കെ പിന്നോട്ട് മാറി. ഞാൻ നിനക്ക് ഭാരമാണോ? രുദ്രേഷ് കണ്ണുകൾ മാറ്റി. ആ ചെറിയ ചലനം പോലും അവൾക്ക് ഉത്തരം നൽകി. അന്നത്തെ രാത്രി ആ മുറിയിൽ നിൽക്കാൻ പോലും വേദയ്ക്ക് കഴിഞ്ഞില്ല. അവൾ ബാൽക്കണിയിലേക്ക് നടന്നു. മഴ പെയ്യുന്നില്ല, പക്ഷെ ആകാശം നിറയെ ഇരുണ്ട മേഘങ്ങളാണ്. അവൾ ബാൽക്കണിയിലെ കൈവരിയിൽ മുറുകെ പിടിച്ചു. ശ്വാസം വേഗത്തിലാകുന്നു. നെഞ്ചിനുള്ളിൽ ഒരു ഭാരമേറിയ വേദന. ഞാൻ നിനക്ക് മതിയാകാതെ പോയോ? ആ ചോദ്യം അവളെ വല്ലാതെ മുറിവേൽപ്പിച്ചു. വിവാഹശേഷം ജോലി ഉപേക്ഷിച്ചത്, അവനോടൊപ്പം സമയം ചെലവഴിക്കാൻ, അവൻ ഇഷ്ടപ്പെടുന്ന ഭക്ഷണം ഉണ്ടാക്കാൻ, അവന്റെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടാൻ, അവന്റെ ഓരോ ചെറിയ ഇഷ്ടങ്ങളും ഓർത്തുവെക്കാൻ, ഇതെല്ലാം ചെയ്തിട്ടും അവൻ മറ്റൊരാളിലേക്ക് പോകാൻ എന്തായിരുന്നു കാരണം? അവൾ കണ്ണുകൾ ശക്തമായി അടച്ചു. പെട്ടെന്ന് പിന്നിൽ വാതിൽ തുറക്കുന്ന ശബ്ദം. രുദ്രേഷ് ബാൽക്കണിയിലേക്ക് വന്നു. കുറച്ചു നിമിഷം രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. പിന്നെ അവൻ പതിയെ പറഞ്ഞു, അകത്തേക്ക് വാ, തണുപ്പുണ്ട്. വേദ ചിരിച്ചു. പക്ഷെ ആ ചിരി തകർച്ച മാത്രം ഉണ്ടായിരുന്നു. ഇപ്പൊ എന്റെ തണുപ്പ് നിനക്ക് തോന്നുന്നുണ്ടോ? രുദ്രേഷ് അസ്വസ്ഥനായി. വേദ, നീ എന്തിനാണ് ഇങ്ങനെ? നീ സത്യം പറയൂ, നീ അവളെ സ്നേഹിക്കുന്നുണ്ടോ? ആ ചോദ്യം വളരെ വ്യക്തമായിരുന്നു. ഇത്തവണ അവൾ കണ്ണുകൾ മാറ്റിയില്ല. രുദ്രേഷ് നിശബ്ദനായി നിന്നു. ആ മൗനം തന്നെയായിരുന്നു ഏറ്റവും വലിയ ക്രൂരത. വേദയുടെ കണ്ണുനീർ വീണ്ടും ഒഴുകി. ഞാൻ നിനക്ക് എന്തായിരുന്നു രുദ്രേഷ്? വീട്ടുകാർ നിർബന്ധിച്ച് കെട്ടിച്ച പെൺകുട്ടി മാത്രമാണോ? രുദ്രേഷ് ഞെട്ടി അവളെ നോക്കി. അവൾ ആദ്യമായി കൃത്യമായ സ്ഥലത്ത് മുറിവേൽപ്പിക്കുകയാണ്. ആരാണ് നിന്റെ തലയിൽ ഇതൊക്കെ നിറയ്ക്കുന്നത്? സത്യം തന്നെയാണ് എന്നെ എല്ലാം പഠിപ്പിക്കുന്നത്. ആ വാക്ക് കേട്ടപ്പോൾ രുദ്രേഷ് മുഖം തിരിച്ചു. അവൻ അസ്വസ്ഥനായി തുടങ്ങിയിരുന്നു. നിനക്ക് കുറച്ച് വിഷമം വേണം. അവൻ അത്രയും പറഞ്ഞ് അകത്തേക്ക് നടന്നു.
വേദ അവിടെ തന്നെ നിന്നു. രുദ്രേഷ് സത്യം പറയുന്നില്ല, പക്ഷെ സത്യം നിഷേധിക്കുന്നുമില്ല. അതാണ് ഏറ്റവും വലിയ വേദന. മറു ദിവസം രാവിലെ വേദയുടെ കണ്ണുകൾ വീർത്തു ചുവന്നിരുന്നു. എങ്കിലും അവൾ ജോലിക്ക് പോകാൻ തയ്യാറായി. വീട്ടിലിരുന്ന് ചിന്തകൾ തന്നെ കൊല്ലുമെന്ന് അവൾക്കറിയാമായിരുന്നു. കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ മുഖം വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നത് അവൾ കണ്ടു. പക്ഷെ ഇന്ന് അവളുടെ കണ്ണുകളിൽ ഒരു പ്രത്യേക ഭാവമുണ്ട്, തകർച്ചയുടെ തീക്ഷ്ണത. ഓഫീസിലെത്തിയപ്പോൾ എല്ലാവരും തിരക്കിലായിരുന്നു. വേദ തന്റെ വരകളിൽ ശ്രദ്ധിക്കാൻ ശ്രമിച്ചെങ്കിലും മനസ്സ് മുഴുവൻ രുദ്രേഷിലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നന്ദന അരികിൽ വന്നു. വേദ, സുഖമില്ലേ? മുഖം വല്ലാതെ ഇരിക്കുന്നല്ലോ. വേദ ചെറിയൊരു ചിരി വരുത്തി. ഇല്ല, ഞാൻ ഓക്കെയാണ്. കള്ളം, നന്ദന പറഞ്ഞു. നിന്റെ കണ്ണുകളെല്ലാം പറയുന്നുണ്ട്. ആ വാക്ക് കേട്ടപ്പോൾ വേദയുടെ കണ്ണുകൾ നിറഞ്ഞു. ഇനി ആരെങ്കിലും അല്പം സ്നേഹത്തോടെ സംസാരിച്ചപ്പോലും താൻ കരഞ്ഞു പോകുമെന്ന് അവൾക്ക് തോന്നി. അതേസമയം അതൊരു ഓഫീസിലേക്ക് നടന്നു വന്നു. അവന്റെ കണ്ണുകൾ നേരെ വേദയുടെ മേശപ്പുറത്തേക്കാണ് വീണത്. അവനൊന്ന് നിന്ന്. ഇന്ന് അവളുടെ മുഖം ഇന്നലത്തേതിനേക്കാൾ കൂടുതൽ തകർന്നിരിക്കുന്നു. കണ്ണുകൾ വീർത്ത് ചുവന്നിരിക്കുന്നു. രാത്രി മുഴുവൻ കരഞ്ഞ ഒരാളുടെ അവസ്ഥ. അവൻ നേരെ വന്ന് ഒരു ഫയൽ അവളുടെ മേശപ്പുറത്തേക്ക് വെച്ചു. വേദ കൈ നീട്ടുമ്പോൾ വിരലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അതർവ് അത് ശ്രദ്ധിച്ചു. സുഖമില്ലേ? അവൻ നേരിട്ട് ചോദിച്ചു. വേദയുടെ ശ്വാസം ഒന്ന് തടഞ്ഞു. എത്ര നാളുകൾക്ക് ശേഷമാണ് ആരെങ്കിലും ആത്മാർത്ഥമായി അതൊന്ന് ചോദിക്കുന്നത്? ഞാൻ ഓക്കെയാണ്, അവൾ പതിവ് പോലെ കള്ളം പറഞ്ഞു. അതർവ് അവളെ കുറച്ചു നിമിഷം നിശബ്ദനായി നോക്കി നിന്നു. പിന്നെ വളരെ ശാന്തമായി പറഞ്ഞു. കരഞ്ഞ കണ്ണുകൾക്ക് പറയാൻ തീർച്ചയായും വേറെ കഥകളുണ്ടാകും. വേദയുടെ ഹൃദയം ആ നിമിഷം നിശ്ചലമായി. ആ മനുഷ്യൻ വീണ്ടും താൻ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്ന വേദനയെ കൃത്യമായി കണ്ടുപിടിച്ചിരിക്കുന്നു. അതർവിന്റെ വാക്കുകൾ വേദമിത്രയുടെ മനസ്സിൽ ദിവസം മുഴുവൻ ഒരു മന്ത്രം പോലെ മുഴങ്ങിക്കൊണ്ടിരുന്നു. അവൾ തല താഴ്ത്തി ഫയൽ തുറന്നു വെച്ചിട്ടുണ്ടെങ്കിലും അതിലെ അക്ഷരങ്ങൾ ഒന്നും തന്നെ അവൾക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നില്ല. കാരണം അവളുടെ കണ്ണുകൾ വീണ്ടും നിറയുകയാണ്. എത്രയൊക്കെ നിയന്ത്രിക്കാൻ ശ്രമിച്ചാലും സ്വന്തം വേദന പുറത്തു കാട്ടാതെ ഇരിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് അവൾ പതുക്കെ വീണു പോവുകയായിരുന്നു. വേദ, നന്ദന അരികിൽ നിന്ന് വിളിച്ചപ്പോൾ അവൾ പെട്ടെന്ന് ഞെട്ടി സ്വയം ഒന്ന് നിയന്ത്രിച്ചു. എന്താ എന്നവൾ ചോദിച്ചു. ഈ വരം ഒന്ന് നോക്കിയിട്ട് നിന്റെ അഭിപ്രായം പറയാമോ? നന്ദന ചോദിച്ചു. വേദ തന്റെ ജോലിയിലേക്ക് ശ്രദ്ധ തിരിക്കാൻ കഠിനമായി ശ്രമിച്ചു. ജോലിയിൽ മുഴുകുമ്പോൾ മാത്രം അവളുടെ തലച്ചോറിന് ഒരു ചെറിയ സമാധാനം ലഭിക്കാറുണ്ട്. അവൾ ആ രൂപരേഖ സൂക്ഷ്മമായി നോക്കി. അതിൽ വരുത്തേണ്ട ചില മാറ്റങ്ങൾ നിർദ്ദേശിച്ചു. നന്ദന അതീവ ശ്രദ്ധയോടെ അത് കേട്ടു. നിനക്ക് ശരിക്കും നല്ലൊരു കഴിവും കാഴ്ചപ്പാടുമുണ്ട്, നന്ദന അത്ഭുതത്തോടെ പറഞ്ഞു. വേദ ചെറിയൊരു പുഞ്ചിരി മാത്രം ചുണ്ടിൽ വരുത്തി. ഒരു കാലത്ത് ഇത് മാത്രമായിരുന്നു എന്റെ ലോകം. ആ വാചകം അവൾ അറിയാതെ അവളുടെ ചുണ്ടിൽ നിന്ന് വഴുതി വീണു. നന്ദന അവളെ ആകാംക്ഷയോടെ നോക്കി. അപ്പോൾ ഇപ്പോഴോ? നന്ദനയുടെ ആ ചോദ്യത്തിന് മുന്നിൽ വേദ കുറച്ചു സമയം മൗനമായി നിന്നു. ഇപ്പോൾ എന്താണ് എന്റെ ലോകമെന്ന് എനിക്ക് തന്നെ ഒരു നിശ്ചയവുമില്ല, വേദ പതുക്കെ പറഞ്ഞു. ആ വാക്കുകൾ പറയുമ്പോൾ അവളുടെ കണ്ണുകൾ പഴയതിനേക്കാൾ വലിയൊരു ശൂന്യത നിറഞ്ഞു നിന്നു. നന്ദനയ്ക്ക് എന്തോ കൂടി ചോദിക്കണമെന്ന് തോന്നിയിരുന്നു. പക്ഷെ അവൾ അത് വേണ്ടെന്ന് വെച്ചു. കാരണം ചില ദുഃഖങ്ങൾ മറ്റൊരാളുടെ മുഖത്ത് കാണുമ്പോൾ തന്നെ അത് തൊടാൻ പോലും ഭയം തോന്നും. ഉച്ചയോടെ പുറത്ത് മഴ പെയ്തു തുടങ്ങി. ജനൽ ചില്ലയിലൂടെ മഴത്തുള്ളികൾ ഒഴുകിയിറങ്ങുന്നത് വേദ നോക്കി നിന്നു. അവൾക്ക് മഴയെ എന്നും ഒരുപാട് ഇഷ്ടമായിരുന്നു. പണ്ട് രുദ്രേഷിനോടൊപ്പം ബാൽക്കണിയിൽ ചേർന്ന് നിന്ന് ചായ കുടിച്ചിരുന്ന മനോഹരമായ ദിവസങ്ങൾ അവളുടെ ഓർമ്മയിൽ മിന്നിമറഞ്ഞു. മഴ പെയ്യുമ്പോൾ നിന്റെ മുഖത്തിന് ഒരു പ്രത്യേക ഭംഗിയാണ്, കൂടുതൽ സുന്ദരിയായി തോന്നും. ഒരിക്കൽ രുദ്രേഷ് പറഞ്ഞിരുന്ന ആ വാക്കുകൾ ഇപ്പോൾ അവളെ വേദനിപ്പിക്കുകയാണ്. കാരണം അതേ മഴ ഇന്ന് അവളെ ഉള്ളാലെ തകർക്കുകയാണ്. പെട്ടെന്ന് ഫോൺ വൈബ്രേറ്റ് ചെയ്തു. രുദ്രേഷാണ്. വേദയുടെ ഹൃദയം ഒരു നിമിഷം വേഗത്തിൽ മിടിച്ചു. അവൾ ഫോൺ ചെവിയോട് ചേർത്തു. ഹലോ, ഇന്ന് ഞാൻ വരാൻ വൈകും. പതിവ് പോലെ ആ നിർവികാരമായ വാക്കുകൾ. വേദയുടെ കണ്ണുകൾ പതുക്കെ അടഞ്ഞു. ശരി, അവൾ പറഞ്ഞു. ഭക്ഷണം കഴിച്ച് നീ ഉറങ്ങിക്കൂ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. ആ വാചകം കേട്ടപ്പോൾ വേദയ്ക്ക് ഉള്ളിൽ നിന്ന് പൊട്ടിച്ചിരിക്കാൻ തോന്നി. അവൻ ഇപ്പോഴും ഭർത്താവിന്റെ കടമകൾ വാക്കുകളെ നിറവേറ്റുന്നുണ്ട്. പക്ഷെ ഹൃദയം മറ്റേതോ ലോകത്താണ്. രുദ്രേഷ്, അവൾ വിളിച്ചു. എന്താ? കുറച്ചു സമയം അവൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. അവസാനമായി അവൾ ചോദിച്ചു, നീ ശരിക്കും സന്തോഷവാനാണോ? ഫോൺ ലൈൻ അങ്ങേയറ്റം നിശബ്ദമായി. അവൻ അസ്വസ്ഥതയോടെ ചോദിച്ചു. ഇപ്പോൾ ഇതൊക്കെ എന്തിനാ ചോദിക്കുന്നത്? വെറുതെ ചോദിച്ചതാ. എനിക്ക് ഒരുപാട് ജോലിയുണ്ട് വേദ, പിന്നീട് സംസാരിക്കാം. ഫോൺ കട്ടായി. വേദ കുറച്ചു സമയം ഫോൺ ചെവിയോട് ചേർത്ത് പിടിച്ചു നിന്നു. ആ നിശബ്ദതയിൽ അവളുടെ മനസ്സ് തകർന്നു വീണു. അവന്റെ ജീവിതത്തിൽ തനിക്കുള്ള ഇടം കുറഞ്ഞു വരികയാണെന്ന് അവൾക്ക് ഉറപ്പായി. അതേസമയം രുദ്രേഷ് ഒരു ഹോട്ടൽ മുറിയിലായിരുന്നു. മുന്നിൽ നയന ഇരിക്കുന്നു. അവൾ ഫോൺ വെച്ച് ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഭാര്യയാണോ? രുദ്രേഷ് ഒന്നും മിണ്ടിയില്ല. നയന അടുത്തേക്ക് വന്നു. ഇനിയും അവളെ വിട്ടുപോകാൻ നിനക്ക് കഴിയുന്നില്ലേ? ഇതൊക്കെ വളരെ സങ്കീർണമായ കാര്യമാണ്, രുദ്രേഷ് മറുപടി പറഞ്ഞു. അല്ല, നയന മുഖത്ത് നോക്കി പറഞ്ഞു. നീ ഇപ്പോൾ അവളെ വിട്ടുപോകാൻ താല്പര്യപ്പെടുന്നില്ല.
നിനക്കിപ്പോഴും അവളോട് ഒരു തരം സുരക്ഷിതത്വം തോന്നുന്നുണ്ട്. ആ വാക്ക് രുദ്രേഷിനെ വല്ലാതെ അസ്വസ്ഥനാക്കി. നിനക്കിതൊന്നും മനസ്സിലാവില്ല. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. നയന അവന്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. നിന്റെ ഭാര്യ ഇപ്പോഴും നിന്നെ അത്രമേൽ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നീ അവളെ വിട്ടുപോകാൻ മടിക്കുന്നത്. രുദ്രേഷ് മുഖം തിരിച്ചു. വേദയുടെ ആ അന്ധമായ സ്നേഹം തന്നെ ഒരു വശത്ത് ബന്ധിക്കുകയും മറുവശത്ത് സ്വാർത്ഥനാക്കുകയും ചെയ്യുന്നുണ്ടെന്ന് അവന് മനസ്സിലായി. വൈകുന്നേരം ഓഫീസിൽ നിന്ന് ആളുകൾ പതുക്കെ പോകാൻ തുടങ്ങി. പക്ഷെ വേദ ഇപ്പോഴും തന്റെ കസേരയിൽ നിശ്ചലയായിരുന്നു. മഴ ശക്തമായി കൊണ്ടിരുന്നു. ആകാശം ഇരുണ്ടുകൂടി. ഇടയ്ക്കിടെ അവൾ തന്റെ ഫോണിലേക്ക് നോക്കും. ഒരു സന്ദേശം പോലും വന്നിട്ടില്ല. പക്ഷെ ഇന്നവൾ കാത്തിരിക്കുന്നത് കുറവാണ് എന്ന സത്യം അവളെ വല്ലാതെ ഭയപ്പെടുത്തി. ഒരിക്കൽ രുദ്രേഷിന്റെ ഒരു സന്ദേശം വന്നില്ലെങ്കിൽ പോലും അസ്വസ്ഥമായിരുന്ന അവൾ ഇപ്പോൾ തന്റെ ഹൃദയം തളർന്ന് കാത്തിരിക്കാൻ പോലും മടുത്തിരിക്കുന്നു. ഇനിയും പോകുന്നില്ലേ? അഥർവിന്റെ ശബ്ദം കേട്ട് വേദ തിരിഞ്ഞു നോക്കി. അവൻ കോട്ടിട്ട് ഇറങ്ങാൻ തയ്യാറെടുക്കുകയായിരുന്നു. കുറച്ച് ജോലി കൂടി തീർക്കാനുണ്ട്. അത് നാളെ ചെയ്താൽ പോരെ? അവൾ ചെറിയൊരു ചിരിയോടെ തലകുനിച്ചു. വീട്ടിൽ പോയാലും എനിക്ക് ഉറക്കം വരില്ല. ആ വാചകം അവളുടെ വായിൽ നിന്ന് അബദ്ധത്തെ ചാടിപ്പോയതാണ്. അവൾ ഉടനെ മിണ്ടാതായി. അഥർവ് ചില നിമിഷങ്ങൾ അവളെ നിരീക്ഷിച്ചു. അവന്റെ കണ്ണുകളിൽ പതിവുള്ള കാഠിന്യത്തിന് അല്പം കുറവുണ്ടായിരുന്നു. ഓരോ രാത്രിയും ഉറങ്ങാതെ ഇരുന്നാൽ മനുഷ്യനുള്ളിൽ നിന്ന് പതുക്കെ തകർന്നു പോകും. ആ വാക്കുകൾ വേദയുടെ ഹൃദയത്തിൽ തറച്ചു. കാരണം അവൾ ഇതിനോടകം തന്നെ തകർന്നു തുടങ്ങിയിരുന്നു. ചില ആളുകൾക്ക് ഉറങ്ങാൻ മനസ്സിൽ സമാധാനം വേണം. എനിക്കിപ്പോൾ അതൊട്ടുമില്ല, അവൾ പതുക്കെ പറഞ്ഞു. മുറി വീണ്ടും നിശബ്ദമായി. അഥർവ് ഒന്നും പറഞ്ഞില്ല. പക്ഷെ ആ മൗനത്തിൽ അവളെ വിധിക്കുന്ന ഒരു സ്വരവും ഉണ്ടായിരുന്നില്ല. അതവൾക്ക് വല്ലാത്തൊരാശ്വാസം നൽകി. കുറച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് വൈദ്യുതി പോയി. മുറി മുഴുവൻ ഇരുട്ടിലായി. പുറത്ത് മഴയുടെ സംഗീതം മാത്രം. വേദ ചെറുതായി ഞെട്ടിപ്പോയി. കാരണം അവൾക്ക് ഇരുട്ടിനെ വലിയ പേടിയായിരുന്നു. അവിടെ തന്നെ നിൽക്കൂ, അഥർവിന്റെ ശബ്ദം കേട്ടു. അവൻ തന്റെ ഫോൺ ലൈറ്റ് തെളിച്ചു. ആ വെളിച്ചം വേദയുടെ മുഖത്തേക്ക് വീണു. അവളുടെ കണ്ണുകളിലെ ക്ഷീണവും മറച്ചുവെച്ച കരച്ചിൽ അഥർവ് കണ്ടു. അവൻ ജനറേറ്റർ ഓണാകുന്നത് വരെ ഫോൺ ലൈറ്റ് അവളുടെ നേർക്ക് പിടിച്ചു നിന്നു. ആ ചെറിയ കരുതൽ പോലും വേദയുടെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു. ആരും തനിക്ക് വേണ്ടി ഇങ്ങനെ നിൽക്കില്ല എന്ന് അവൾക്ക് തോന്നി. വെളിച്ചം തിരികെ വന്നപ്പോൾ അവൾ പതിയെ പറഞ്ഞു, നന്ദി. അഥർവ് തലകുനിച്ചു. നീ വേഗം വീട്ടിലേക്ക് പോകും. അവൾ ബാഗെടുത്ത് പുറത്തേക്ക് നടക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് നിന്നു. സാർ? അഥർവ് തിരിഞ്ഞു നോക്കി. വേദ കുറച്ചുനേരം നിശബ്ദയായി നിന്ന ശേഷം ചോദിച്ചു, ഒരാൾക്ക് മറ്റൊരാളെ സ്നേഹിച്ചിട്ടും വേദനിപ്പിക്കാൻ കഴിയുമോ? ആ ചോദ്യം കേട്ടപ്പോൾ അഥർവിന്റെ കണ്ണുകളിൽ എന്തോ ഒരു വികാരം മിന്നിമറഞ്ഞു. കുറച്ചു നിമിഷങ്ങൾ മൗനമായിരുന്ന ശേഷം അവൻ പറഞ്ഞു, ചില സ്നേഹിക്കുന്നതിനേക്കാൾ സ്വന്തം സ്വാർത്ഥതയായിരിക്കും സ്നേഹിക്കുന്നത്. ആ മറുപടി വേദയുടെ ഹൃദയത്തെ കീറി മുറിച്ചു. അവൾക്ക് രുദ്രേഷിനെ ഓർമ്മ വന്നു. അവരിൽ നിന്ന് സ്നേഹമോ മറുപടിയോ പ്രതീക്ഷിക്കുന്നത് നിനക്ക് വേദന മാത്രമേ തരൂ. അഥർവ് തുടർന്നു. വേദയുടെ കണ്ണുകൾ നിറഞ്ഞു. ഈ മനുഷ്യൻ തന്റെ വേദന എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട്. അവൾ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നടന്നു. മഴയിലൂടെ നടന്നു പോകുന്ന അവളെ അഥർവ് നോക്കി നിന്നു. എന്തുകൊണ്ടാണ് അവൾ ഇത്രയും തകർന്നതെന്ന് അവൻ അറിയില്ലെങ്കിലും അവളുടെ കണ്ണുകളിലെ ആ ശൂന്യത താൻ ഒരിക്കൽ കണ്ണാടിയിൽ കണ്ട അതേ അവസ്ഥയാണെന്ന് അവന് ബോധ്യമായി.